ഹായ് ഫ്രണ്ട്സ്, R4യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റിലെ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്ന വ്യത്യാസമില്ലാതെ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകളെല്ലാം റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി നെക്സ്റ്റ് 50 പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അവിടെ 0.3% ഒരു മൂവ് നിഫ്റ്റി നെക്സ്റ്റ് 50 ഉണ്ടായതായിട്ട് കാണാം. അപ്പോൾ നിഫ്റ്റി നെക്സ്റ്റ് 50 ഇന്ന് റാലി നടന്ന ടോപ്പ് 3 കമ്പനി നമ്മൾ എടുത്താൽ അതിലൊന്ന് അദാനി പവറാണ്, രണ്ടാമത്തേത് അദാനി ഗ്രീനും, മൂന്നാമത്തെ അദാനി എനർജി സൊല്യൂഷൻസുമാണ്. അപ്പോൾ അദാനി പവർ 19.9 ഓൾമോസ്റ്റ് അപ്പർ സർക്യൂട്ടിലാണ് നിൽക്കുന്നത്. അതുപോലെ അദാനി ഗ്രീന് 11.87% അപ്സൈഡ്, അതുപോലെ അദാനി എനർജി സൊല്യൂഷൻസ് 6.52% അപ്സൈഡ്. അപ്പോൾ ഈ ഒരു നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സിലുള്ള മറ്റൊരു അദാനി സ്റ്റോക്ക് ആയിട്ടുള്ള അംബുജ സിമെന്റും 1.3% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ അദാനി പവറിൽ ഈ ഒരു മൂവ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് അതിൻ്റെ എക്സ് ഡേറ്റ് ഇന്നായിരുന്നു. 1:5 എന്നുള്ള റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന അദാനി സ്റ്റോക്ക് അതിൻ്റെ പ്രൈസ് 170 എന്ന ലെവലിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയും. ഇത് കൂടാതെ പൊതുവെ അദാനി സ്റ്റോക്കുകളിൽ ഒരു ബുള്ളിഷ് മൂവ് നിലവിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മോർഗൻ സ്റ്റാൻലിയാണ് അദാനി പവറിന് ഓവർ വെയിറ്റ് എന്നുള്ള റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ടാർഗറ്റ് അവർ നിശ്ചയിച്ചത് 818 എന്ന ടാർഗറ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റിവൈസ്ഡ് ടാർഗറ്റൊക്കെ പല ബ്രോക്കറേജ് ഹൗസുകളും അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളിൽ നൽകാനുള്ള കാരണം നമുക്കറിയാം. കഴിഞ്ഞ ആഴ്ചയാണ് സെബി അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകൾക്ക് ഒരു ക്ലീൻ ചിറ്റ് നൽകിയത്. പ്രത്യേകിച്ച് ഹിൻഡൻബർഗിൻ്റെ ആരോപണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൽ അദാനി ഗ്രൂപ്പിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ലെന്ന് സെബി കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു മൂവ് ഇപ്പോഴും തുടരുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. നിഫ്റ്റി മിഡ് ക്യാപ്പ് 100ലുള്ള മറ്റൊരു അദാനി സ്റ്റോക്കായിട്ടുള്ള അദാനി ടോട്ടൽ ഗ്യാസും ഇന്ന് ഏകദേശം അപ്പർ സർക്യൂട്ടിനടുത്ത് ക്ലോസ് ചെയ്തായിട്ട് കാണാം. 19.99% റാലിയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇതുകൂടാതെ മറ്റു അദാനി സ്റ്റോക്കുകളായിട്ടുള്ള അദാനി വിൽമർ അഗ്രി ബിസിനസ്, അതേപോലെ അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ്, NDTV പോലെയുള്ള അദാനി സ്റ്റോക്കുകളെല്ലാം ഈ ഒരു പോസിറ്റീവ് മൂവ് നമുക്ക് കാണാം. ഇന്ന് എല്ലാ അദാനി സ്റ്റോക്കുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് അദാനി സ്റ്റോക്കുകൾ ഒറ്റയ്ക്ക് പോസിറ്റീവിൽ കൊണ്ടുവന്നപ്പോൾ നിഫ്റ്റി 50 ഇന്ന് താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്തത് IT സ്റ്റോക്കുകളാണ്. നമുക്ക് കാണാം നിഫ്റ്റി 50 ഇന്ന് ഏറ്റവും വലിയ ഫോൾ ഉണ്ടായിട്ടുള്ളത് HCL ടെക്, വിപ്രോ, ഇൻഫോസിസ്, TCS, ടെക് മഹീന്ദ്ര പോലെയുള്ള നിഫ്റ്റി 50 IT ജയന്റുകൾക്കാണ്. അപ്പോൾ മൊത്തത്തിൽ IT ഇൻഡെക്സ് ഇന്ന് ഓൾമോസ്റ്റ് 3% താഴോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു IT ഇൻഡെക്സിലുള്ള 9 സ്റ്റോക്കുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഒറാക്കിൾ ഫൈനാൻഷ്യൽ സർവീസസ് മാത്രമാണ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. ഈ IT ഇൻഡെക്സിലുള്ള പെർസിസ്റ്റന്റ് സിസ്റ്റം, കോഫോർജ്, LTI മൈൻട്രി, എംഫസിസ് പോലെയുള്ള സ്റ്റോക്കുകളും വലിയ തോതിലുള്ള ക്രാഷാണ് ഇന്ന് കാണിച്ചത്. ഇതുകൂടാതെ നിഫ്റ്റി IT ഇൻഡെക്സിന് പുറത്തുള്ള ടാറ്റ LXC, ബിർള സോഫ്റ്റ്, ടാറ്റ ടെക്നോളജി, L&T ടെക്നോളജി സർവീസസ്, അതുപോലെ സയന്റ്, സെൻസാർ ടെക് പോലെയുള്ള IT സ്റ്റോക്കുകളിലും വമ്പിച്ച ക്രാഷാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം H1B വിസ റിലേറ്റഡ് ആയിട്ട് കഴിഞ്ഞ ദിവസം വന്ന വാർത്തകളിൽ നമ്മൾ ഈ IT സ്റ്റോക്കുകളിൽ ഒരു ക്രാഷ് പ്രതീക്ഷിച്ചതാണ്. എന്നാൽ അവിടെ ട്രംപിൻ്റെ ഒരു യു ടേൺ ഉണ്ടായത് കാരണം ഈ ഇത്ര വലിയൊരു ക്രാഷ് ഉണ്ടാവുകയില്ല എന്നാണ് പൊതുവെ പ്രതീക്ഷിച്ചത്. കാരണം അവിടെ H1B വിസ എക്സിസ്റ്റിംഗ് വിസ ഹോൾഡേഴ്സിന് അപ്ലിക്കബിൾ അല്ല എന്നും, അതുപോലെ ഇതൊരു വൺ ടൈം ഫീസ് മാത്രമാണെന്നും ആനുവൽ ഫീസ് അല്ല എന്നും ഉള്ള ഒരു ക്ലാരിഫിക്കേഷൻ US-ന്റെ ഭാഗത്തു നിന്ന് വന്നതോടുകൂടി ഒരു റിക്കവറി IT സ്റ്റോക്കിൽ ഉണ്ടാവുമെന്നാണ് പൊതുവെ പ്രതീക്ഷിച്ചത്. പക്ഷെ അത് ഇന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ US-ൽ ഏറ്റവും അധികം ഈ H1B വിസ അവരുടെ അടിസ്ഥാനത്തിൽ റിക്രൂട്ട്മെന്റ് നടത്തി അവിടെ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികളുടെ മാൻ പവർ നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ്, TCS, അതുപോലെ HCL ടെക് പോലെയുള്ള സ്റ്റോക്കുകളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എംഫസിസ് പോലെയുള്ള സ്റ്റോക്കുകളിലൊന്നും കാര്യമായിട്ട് അവർ ഈ H1B വിസ ഉപയോഗിച്ചിട്ടുള്ള എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നില്ല. എന്നിട്ടും എംഫസിസ് പോലെയുള്ള സ്റ്റോക്കുകൾ ഇത്ര വലിയ ക്രാഷ് വന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം. അതുകൂടാതെ കോഫോർജ്, പെർസിസ്റ്റന്റ് സിസ്റ്റം പോലെയുള്ള സ്റ്റോക്കുകളിലും ഇത്ര വലിയൊരു ക്രാഷ് ഉണ്ടാവേണ്ട കാര്യമില്ല ഈ ഒരു വിസ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ട്. ആ ഒരു ക്രാഷിന് കാരണം മറ്റൊരു കാരണമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അതാണ് ഓൾറെഡി US-ൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹയർ ആക്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ കണ്ട ആ ഇഷ്യൂ. അത് ഇനി കൂടുതൽ പൊടിതട്ടിയെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ആകുമ്പോൾ US-ലുള്ള ടെക് കമ്പനികൾ അവർ അമേരിക്കക്ക് പുറത്തുള്ള കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ 25% താരിഫ് അവരുടെ മേൽ ചുമത്തും എന്നുള്ള ഒരു പ്രപ്പോസൽ, ഒരു ബില്ല് ഓൾറെഡി US സെനറ്റിലെ പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്കമ്മിനെയും പൊതുവെ ഇൻവെസ്റ്റേഴ്സ് ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ മൊത്തത്തിലുള്ള IT ക്രാഷിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്.
ഇതുകൂടാതെ MK ഗ്ലോബൽ അവർ പുറത്തിറക്കിയുള്ള റിസർച്ച് റിപ്പോർട്ടും ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതിലവർ പറയുന്നത് FY26 5% ഒരു ഗ്രോത്താണ് നെറ്റ് IT എക്സ്പോർട്ടിൽ പ്രതീക്ഷിച്ചത്. കൂടാതെ ഒരു 7% CAGR ഗ്രോത്ത് അടുത്ത 5 വർഷം ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഈ ഒരു H1B വിസയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസും അതുപോലെ GCC എവല്യൂഷനും തുടരുകയാണെങ്കിൽ ഈ ഒരു ഗ്രോത്ത് 4% വെച്ച് സ്ലോ ഡൗൺ ആകുമെന്നാണ് അവർ പ്രവചിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ GCC എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ ഏകദേശം $65 ബില്യൺ ഒരു ഗ്രോസ് എക്സ്പോർട്ടാണ് ഈ GCC വഴി നടക്കുക. GCC എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സ്. ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഓഫ് ഷോർ സെറ്റപ്പ് നടത്തി മൾട്ടിനാഷണൽ കമ്പനികൾ നടത്തുന്ന ഒരു ഔട്ട്സോഴ്സിംഗ് ആണ്. ഇപ്പോൾ പ്രത്യേകിച്ച് AI റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ ഗ്രോത്ത് മോഡലാണ് US ഉണ്ടാകുന്നത്. അതിന് അനുഗുണമായ രീതിയിലുള്ള എക്സ്പോർട്ട് മോഡലാണ് ഇപ്പോൾ ഈ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഇന്ത്യൻ കമ്പനികൾ നടത്തുന്നത് പോലെയുള്ള എക്സ്പോർട്ട് മോഡൽസ് ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭീഷണിയും ഓൾറെഡി ഇന്ത്യൻ കമ്പനികൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ IT സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ക്രാഷ് ഈ വിസ ഇഷ്യൂവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, കൂടാതെ ഓവറോൾ IT സെഗ്മെന്റിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം H1B വിസയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഇന്ത്യൻ വർക്ക് ഫോഴ്സിനെയാണ് ബാധിക്കുന്നത്. ഇന്ത്യൻ IT കമ്പനികളെക്കാൾ ഉപരി ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണൽസിനെ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കരിയറിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ ഇവിടെ കമ്പനികൾ അതിന് മറ്റ് സൊല്യൂഷൻസ് അവർക്ക് കണ്ടെത്താൻ കഴിയും. കൂടാതെ ഇതൊരു വൺ ടൈം ഫീസാണെന്നും ഇതൊരു ആനുവൽ ഫീസ് അല്ലെന്നും ഓൾറെഡി ക്ലാരിഫിക്കേഷൻ വന്നതുകൊണ്ട് അതൊരു വലിയ ഭീഷണിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ഇയർ ഫെബ്രുവരി മാസം ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടും എന്നൊക്കെ ഭയപ്പെടുന്ന ഹയർ ആക്ട്, അതായത് 25% താരിഫ് ഔട്ട്സോഴ്സിങ്ങിന് വരുമെന്നുള്ള ആ ഒരു ഭീഷണിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് മാർക്കറ്റിൽ ഇത്ര വലിയ ഒരു ഫോളോ IT സ്റ്റോക്കിൽ ഉണ്ടാകാൻ കാരണമായിട്ട് പൊതുവെ കണക്കൂട്ടപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇൻവെസ്റ്റേഴ്സ് IT സ്റ്റോക്കുകൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിലവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുമൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ കമ്പനികൾ വെൽ ടാലൻറ്റഡ് ആയിട്ടുള്ള വലിയൊരു വർക്ക് ഫോഴ്സാണ്. അപ്പോൾ ഇത്തരം ഒരു വെല്ലുവിളി നേരിടുമ്പോൾ തീർച്ചയായിട്ടും അവർ പുതിയ ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് സമയമെടുത്തേക്കാം. അപ്പോൾ അതുവരെ ഇതൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ക്ഷമയാണ് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാവേണ്ടത്. കാരണം ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഡിജിറ്റലാണ്, IT ആണ്, അല്ലെങ്കിൽ ടെക്നോളജി ഡ്രിവണാണ്. അപ്പോൾ അവിടെ എന്തായാലും ആ പുതിയ ഡെവലപ്മെൻറ്റുകൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു രീതി ഇന്ത്യയിലും ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ അതുവരെ കാത്തിരിക്കുക എന്നത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട വഴി. ഇനി മാർക്കറ്റിൽ ഇന്ന് കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് വാർത്തകളിൽ കാണുന്നത് ഹഡ്കോ എന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ 1970കളിൽ രൂപം കൊണ്ട ഈ കമ്പനി ഇന്ത്യയിലെ ടെക്നോ ഫിനാൻസിങ് കമ്പനിയായിട്ട് അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ്. പ്രത്യേകിച്ച് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിൻ്റെ കീഴിലുള്ള ഈ ഒരു കമ്പനി ഹൗസിംഗ് ആൻഡ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്ക് ഫൈനാൻസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്ത ഒരു ഡോക്യുമെൻറ്റിൽ കാണുന്നത് ഇവർ NBCCയുമായി ഒരു MOU ഒപ്പിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സെപ്റ്റംബർ 19 ഓൾറെഡി ഈ MOU നിലവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മൾട്ടിപ്പിൾ പ്രൊജക്റ്റുകളുടെ ഒരു ഓർഡറാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഗാസിയാബാദിലുള്ള ഒരു കമേഴ്ഷ്യൽ പ്ലോട്ട് ഡെവലപ്മെൻറ്റ്, അതുപോലെ ഹരിയാനയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലോട്ട് ഡെവലപ്മെൻറ്റ്, അതുപോലെ അഹമ്മദാബാദിൽ റീജിയണൽ ഓഫീസുമായി ബന്ധപ്പെട്ട അഡീഷണൽ ബ്ലോക്കുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഡീല്, അതുപോലെ ഏഷ്യൻ ഗെയിംസ് വില്ലേജ് കോംപ്ലക്സിൽ അവിടെയുള്ള റെസിഡൻഷ്യൽ ഫ്ലാറ്റുകൾ റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ പ്രൊജക്റ്റുകളുടെ ഒരു MOU ആണിത്. അപ്പോൾ ഈ പ്രൊജക്റ്റുകളൊക്കെ ഒരു ടേൺ കീ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് A to Z ഡെപ്പോസിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റുകളാണ്. ഇതുകൂടാതെ ഈ മാസം തുടക്കത്തിൽ ഇതേപോലെ ഹഡ്കോ 11,300 കോടിയുടെ നാഗ്പൂർ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുമായിട്ട് മറ്റൊരു MOU ഒപ്പിട്ടിരുന്നു. അപ്പോൾ അത് 11,300 കോടിയുടെ ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫണ്ടിങ് ആണ്. ഇപ്പോൾ മൊത്തത്തിൽ ഹഡ്കോയുടെ ലോൺ ബുക്ക് ഇപ്പോൾ വലിയ തോതിൽ വർദ്ധിച്ചതായിട്ട് കാണാം. അതിപ്പോൾ ഓൾ ടൈം ഹൈയിലെത്തിയിരിക്കുകയാണ്. 1,14,410 കോടിയുടെ ഒരു ലോൺ ബുക്കാണ് എക്സ്പാൻഡ് ആയതായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇത് 29% ഒരു ഇൻക്രീസ് ആണ്. അപ്പോൾ കഴിഞ്ഞ Q1 ഇവരുടെ ഓപ്പറേഷണൽ ഇൻകം 34% വർദ്ധിച്ചിരുന്നു. അതായത് 2,188 എന്ന ലെവലിൽ നിന്നും 2,937 കോടിയായിട്ട് ഉയർന്നിരുന്നു. ഇതുകൂടാതെ ഹഡ്കോയുടെ അസറ്റ് ക്വാളിറ്റി അതും ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ GNPA 1.34%, നെറ്റ് NPA 0.09%. അപ്പോൾ ഇത് ഈ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും നല്ല അസറ്റ് ക്വാളിറ്റിയാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് വളരെയധികം ബുള്ളിഷ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏതായാലും ഈ സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങൾ കൂടുതലായി പഠനം നടത്തിക്കൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്തൊരിക്കലും സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾ നിങ്ങളുടേതായ പഠനം നടത്തണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.